ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കണം. കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു നൈറ്റ് ഡ്യൂട്ടീൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ എനിക്കധികം സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ. ഷോർട്സ് ഞാൻ ഇടാറുണ്ട്, അത് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്, സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഫാമിലി ആയിട്ട് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ലായിട്ട് തിരിച്ച് വരാനാണ് വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല. അതായത് വാങ്ങിക്കണ്, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതാണ് സത്യം. കഴിഞ്ഞ മാസം ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് സർപ്രൈസായിട്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്താ കൊടുക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം അന്ന് ഞാൻ ഓൾറെഡി ഡ്രസ്സായിട്ടും ഷൂ ആയിട്ടും വാച്ചായിട്ടും ഒരു സാധനങ്ങളൊക്കെ ഞാൻ ആ ഒരു ദിവസം കൊടുത്തു. അപ്പോൾ വീണ്ടും അതിൻ്റെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വാല്യുബിളായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് ആലോചിക്കുമ്പോൾ എന്താണെന്നൊന്നും തലയിൽ കത്തണില്ല, എന്ത് കൊടുക്കണം ഒരു ഐഡിയ കിട്ടണില്ല. പിന്നെ ഫൈനലായിട്ട് ഞാൻ ഒരു ഷർട്ടും പിന്നെ ഒരു വാലറ്റും വാങ്ങി. അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. ഫൈനൽ മൊമെൻറ്റ് വെച്ചിട്ട് അതേ കൊടുക്കാൻ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വല്ലാതൊന്നും സെലിബ്രേറ്റ് ചെയ്യണില്ല, കേക്ക് കട്ടിങ്ങൊന്നും ഇല്ല. സംഭവം ഞങ്ങൾ കഴിഞ്ഞ ആനിവേഴ്സറിക്കും കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. കാരണം വല്ലാതെ സെലിബ്രേഷൻ ഒന്നും ചെയ്യലില്ല. മെയിനായിട്ട് ബർത്ത്ഡേ ഒക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. ആനിവേഴ്സറി എന്തോ സത്യം പറഞ്ഞാൽ സമയം കിട്ടാത്തത് കൊണ്ടാകാം. കാരണം എനിക്ക് ഡ്യൂട്ടി, ഹസ്ബൻഡാണെങ്കിൽ ബിസിനസ്സിൻ്റെ വേറെ തിരക്കുകൾ കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാണൽ തന്നെ വളരെ കുറവാണ്. ഞാൻ ഡ്യൂട്ടിക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡ് രാത്രി എത്തും. അങ്ങനെയൊക്കെ ആയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറവാണ്. ഈ ഫോണിൽ കൂടി തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്ന കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹാമ്പർ ആയിരുന്നു, ട്രോളി ഹാമ്പർ ആദ്യം തന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത്. അതിൽ പിന്നെ ചോക്ലേറ്റ്സും പിന്നെ ക്രാബ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ട്രോളി ബാഗ് ആട്ടോ തന്നിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് അതിലാണ് ഉണ്ടായിരുന്നത്. ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മളെ ഔട്ട്ഫിറ്റ് ഡ്രസ്സ് ഉണ്ടായിരുന്നത്, ഈ സെക്ഷനിൽ നിന്ന് ഈ ഫ്രെയിമും ഈ പെർഫ്യൂമും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു ഫോട്ടോ ഒരു ഫ്രെയിം ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഇത് ഏതൊരു ടീമിനെ ഏൽപ്പിച്ചതായിരുന്നു. അതിൻ്റെ പേജിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സംഭവം എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഈ പെർഫ്യൂമും അതിൽ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്മെല്ല് കേട്ടോ. എല്ലാം 4 നല്ലൊരു സ്മെല്ലായിരുന്നു. പിന്നെ ഈ ഒരു 2 ക്രാബ് ഇത് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ഗോൾഡൻ കളറിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. പിന്നെ കുറച്ച് ഡയറി മിൽക്കും പിന്നെ വേറെ തരം ചോക്ലേറ്റും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഫാമിലിക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഇങ്ങനെ പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സംഭവം എന്തായാലും അടിപൊളിയായിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഈ ഒരു ഫ്രെയിമില്ലേ, ഇതും ഭയങ്കര സ്പെഷ്യൽ ഫ്രെയിം തന്നെ കേട്ടോ. കാരണം എൻ്റെ സിസ്റ്റർ, അവൾ ഇപ്പോൾ +2 പഠിക്കുകയാണ്. അവളെ പ്രായം വെച്ചിട്ട് എനിക്കൊരു സാധനം ഗിഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അവൾക്ക് വേറൊരു ഫിനാൻഷ്യലായിട്ട് എവിടെ നിന്നും വരുമാനം കിട്ടാനില്ല. പക്ഷേ അവൾ എങ്ങനെ പൈസ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊപ്പം പഠിക്കുന്ന ക്ലാസ്മേറ്റിന് റെക്കോർഡ് ബുക്കും അതും ഇത് എഴുതി കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് അവളിപ്പോൾ ഓളെ സെയിൽസ് അതാണ്. അതായത് അവൾ അങ്ങനെയാണ് സമ്പാദിക്കണത്. എന്നിട്ട് അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തന്ന ഫ്രെയിമായിട്ടത്. നമുക്കൊരു മുട്ടുസൂചി തന്നാൽ പോലും അത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇതും എൻ്റെ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ 2 ഗിഫ്റ്റ് എനിക്ക് ഈ ഒരു ആനിവേഴ്സറി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയുമാണ്. ഇനി എന്തായാലും നമുക്ക് ഇനി പുറത്തേക്ക് പോകാൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഫുഡ് കഴിക്കുക. ഇനി ഫുഡ് എൻ്റെ മനസ്സിൽ വേറൊരു പ്ലാനായിരുന്നു. ഗിഫ്റ്റ് ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേറെ രൂപത്തിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. സാരമില്ല, വേറൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിൻ്റെ ശേഷം ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഗൈസ്, നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു ക്വിക്ക് മേക്കപ്പ് ലുക്കാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് അധികം ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്, ഫാമിലി എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ഫാമിലിനൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും അധികം ക്യാമറന് മുന്നിൽ വരാൻ താല്പര്യമില്ല. പക്ഷെ ഒരാൾക്ക് താല്പര്യമുണ്ട്, അതാണ് എൻ്റെ നാത്തൂൻ്റെ കുട്ടി സുല്ല. ഇതാട്ടോ ആള് സുല്ല, ഒരു ഹായ് കൊടുക്കൂ. അവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ മേക്ക് ഓവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ എടുത്തിട്ട് ഓളാണ് ഇടല്. എൻ്റെ എല്ലാ സാധനങ്ങളും, എൻ്റെ ഹീൽസ്, എൻ്റെ ഡ്രസ്സല്ലാത്ത എല്ലാ സാധനങ്ങളും അവൾക്ക് ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്ക് ആൻറ്റി ഇതേതാ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് ചോദിച്ച് വരുന്ന ഒരു വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ അത് ഇവളാ കേട്ടോ. എത്ര ക്ലാസ്സിലെ പഠിക്കുക പറഞ്ഞു കൊടുക്ക്? 2. ഒരു 2ാം ക്ലാസ്സിലാണ് പഠിക്കണത്. പഠിക്കാനൊക്കെ മിടിക്കുകയാണ്. അപ്പോൾ ഇവളെ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കൂട്ടാൻ ഇമ്മി ഇപ്പിയും ഞാനും ഇവളും ഹസ്ബൻഡും കൂടിയാണ് പോണത്. വേറെ ഒന്നുമില്ല. നാത്തൂമാർ 2 ആൾക്കാരുണ്ട് എനിക്ക്. പക്ഷെ അവർക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരാൾ മക്കൾക്ക് വയ്യാത്ത കാരണം ഓളെ വീട്ടിലാണ്. അതായത് ഈ പൊട്ടി, ഈ ചപ്പട്ട എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഈ മേത്തൊക്കെ പൊള്ളം കെട്ടിണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവൾക്കത് ഉണ്ടായിരുന്നു, അത് വന്ന് പോയി. ഇവൾ അനിയത്തിക്കും അതേമാതിരി ഉണ്ട്. അപ്പോൾ ഓൾക്ക് അതിൽ വരാൻ കഴിയില്ല, കാരണം അത് വൈറലായിട്ട് ഒന്നാകെ നമുക്ക് പകരുന്നൊരു സംഭവമാണത്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മറ്റേ നാത്തൂനിക്കാണെങ്കിൽ ഓളും കെട്ടിച്ച വീട്ടിലാണ്, അവൾക്കും വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ആയതുകൊണ്ടാണ് ആർക്കും ഇൻക്ലൂഡ് ആവാൻ പറ്റാഞ്ഞത്. സാറില്ല, ഇനി നെക്സ്റ്റ് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു കൊണ്ടുപോകല്ലേ. അപ്പോൾ ഞങ്ങൾ ഒറ്റ ഫാമിലി ആയിട്ട് ഒന്നാകെ പോകും. എന്തായാലും ഇപ്പം ഞങ്ങളൊന്ന് കളറാക്കി ചില്ലാക്കി വരും അല്ലേ. ഒരു ടാറ്റ കൊടുക്ക്. ഭയങ്കര ഷെയിമാണ്, പക്ഷേ കാണുന്ന മാതിരി തന്നെ ആൾ ഭയങ്കര വർത്താനാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് എന്തൊക്കെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നടന്നതെന്നൊക്കെ ഞാൻ ഇതിൽ ഓരോന്നോരോന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ അധികം ചൂസ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഫർസ. ഇത് മഞ്ചേരിയിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല ഫാമിലി റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ സർവീസ് ആണെങ്കിലൊക്കെ നല്ല അടിപൊളിയാണ്. അവിടുത്തെ ആംബിയൻസ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് അതേമാതിരി ഉണ്ടാക്കി തരും. നമുക്ക് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ പൂതി ഉണ്ടായിരുന്നേ, മീൻ പൊള്ളിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ കാളാഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ ആ മീൻ തന്നെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മീൻ പൊള്ളിച്ചത് പറഞ്ഞു. അങ്ങനെ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടാ. എൻ്റെ ഈ ഇരുത്തം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ വിശന്നിട്ട് ഇരിക്കണ ഇരുത്താണ്. ഏകദേശം 10-25 മിനിറ്റോളായിട്ടാണ് ഞാൻ ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണത്. കുറേ നേരമായിട്ട് കാത്തിരുന്ന് ഇതുമായിട്ടും കണ്ണും നട്ട് നോക്കി നിന്നിട്ട് ഫുഡ് എത്തണില്ല. അങ്ങനെ നോക്കി അവസാനം നമ്മൾ ഫുഡ് എത്തി. നമ്മൾ ഓർഡർ ചെയ്തത് അൽഫാം മന്തി, ബീഫ് ചില്ലി, അതേപോലെ ഫ്രൈഡ് റൈസ്, പിന്നെ കാളാഞ്ചി പൊള്ളിച്ചതാട്ടാ. അതിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് കാളാഞ്ചി പൊള്ളിച്ചതും അൽഫാം മന്തിയും. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നന്നായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവസാനം സുല്ലക്കൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാട്ടോ. എന്തായാലും ഈ ആനിവേഴ്സറി നമ്മൾ ഫാമിലീൻ്റെ കൂടെ ഈ ഒരു ഫുഡ് കഴിച്ചിട്ട് ആഘോഷിച്ചപ്പോൾ പ്രത്യേക ഒരു സന്തോഷം തന്നെയായിരുന്നേ. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് വേണം ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താവും എങ്ങനെയാവും എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും വീട്ടിലെത്തിയിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്.